ഉമ്മാക്ക് എന്താ വല്ല മാനസികം ഉണ്ടോ? മാനസികം പോടി. എന്നാ പിന്നെ പ്രാന്തായിരിക്കും തള്ളക്ക്. പ്രാന്തോ? നീ എന്തൊക്കെയാണ് തസ്നി പറയുന്നത്? മടുത്തു എനിക്ക് ഇവിടെ മടുത്തു. നമുക്ക് വല്ല വാടക വീട്ടിക്ക് മാറിയാലോ? അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താടി പ്രശ്നം? നീ വന്ന് കേറിട്ട് ഇപ്പൊ 2 ദിവസമല്ലേ ആയുള്ളൂ, അപ്പത്തിന് നിനക്ക് മടുത്തോ? അയ്യോ, നിങ്ങളുടെ ഉമ്മാന്റെ സ്വഭാവത്തിന് 2 ദിവസം എന്തിനാ, 2 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്റെ ഇക്ക, ഒരു കാര്യം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ജയിലിലിട്ട് അടച്ച പോലെയാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മ പറയാണ്ട് മനുഷ്യനിക്ക് കക്കൂസിക്ക് പോലും ഒന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയൊന്നും ഇല്ലൊരു തസ്നി, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ ഉമ്മ അങ്ങനെയൊന്നും അല്ല, അതൊരു പാവമാണ്. നീ പറയണ പോലെയാണെങ്കിൽ ഇക്കും താത്ത ഇവിടെ നിന്നോ വാടക വീട്ടിക്ക് പോകേണ്ടതാണ്. ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം താത്ത പറയണത് ഞാൻ കേട്ടിട്ടില്ല. കേക്കില്ല, കേക്കില്ല. ഇക്ക മാത്രമല്ല, ഇക്കാന്റെ ഇക്കും കേക്കില്ല. പാവത്, അതിനെ സമ്മതിക്കണം. ഇത്രയും നാളും നിങ്ങളുടെ ഉമ്മന്റെ ദ്രോഹമൊക്കെ സഹിച്ചിട്ട് ഇവിടെ അടിച്ചു തൂങ്ങി നിൽക്കണത്. ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഉമ്മ പറയണത് ഞങ്ങളൊക്കെ എവിടുന്നോ വലിഞ്ഞേറി വന്നാന്നല്ലേ. സ്വന്തം വാപ്പാനും ഉമ്മാനും വീട്ടുകാരനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന ഞങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വലിഞ്ഞേറി വന്നവരായി. അയ്യോ, എന്റെ ഒരു ഗതികേട്. പിന്നൊരു കാര്യം ഉണ്ടായി, അതാണ് തമാശ. നിങ്ങൾ കേക്ക്. ഇക്കല്ലേ എന്റെ അടുത്ത് പറഞ്ഞു താത്താനും കൂടിയിട്ട് നീ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയിക്കോന്ന്. എന്നിട്ട് ഞാനത് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ ഉമ്മ കാട്ടിക്കൂട്ടിയ കോലങ്ങൾ നിങ്ങൾ കാണണം. ഞങ്ങൾ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവര് എന്തൊക്കെയാന്നറിയോ ഇവിടെ കാണിച്ചു കൂട്ടിയത്. അല്ലോ വയ്യ. അവര് പറയണേ നീ ഡ്രസ്സൊന്നും വാങ്ങിക്കണ്ട, അസ്ന താത്താന്റെ ഡ്രസ്സൊക്കെ ഇട്ടാ മതിന്ന്. ഇങ്ങനെയുള്ളവരിനൊക്കെ പിന്നെ ഞാൻ എന്തൊക്കെ പറയേണ്ടത്? മനുഷ്യർക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കാനും പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടാണ് ഇക്ക. എടി, അത് നിങ്ങൾ ഒറ്റയ്ക്കല്ലേ പുറത്തു പോണത്, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും. അത് വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഈ കാലൊന്നും അത്ര നല്ലതല്ല. ഈ കാലത്തൊന്നും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ അത് ആലോചിച്ചില്ല. ഞാൻ പിന്നെ താത്തി ഉണ്ടല്ലോ പറഞ്ഞിട്ട് നിന്നോട് പൊക്കോളാൻ പറഞ്ഞത്. അയ്യോ, എന്ത് കൈവശം